കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിശ്ചയവുമായ സ്വാഗതം. ഇത് വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു കമൻ്റാണ്. ഒരു യുവതി അയച്ചതാണ്. ഇഷ്ടവരനെ ലഭിക്കുവാൻ മന്ത്രമുണ്ടോ സാർ? എങ്കിൽ അതൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കുകയും ഒരുപാട് ആൾക്കാർ മെസ്സേജുകൾ ചെയ്യുകയും കമൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. മാക്സിമം ഞങ്ങൾ അതിനുള്ള സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട്, സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിനുള്ള മറുപടിയൊക്കെ തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് കമൻറ്റുകളാണ്, ഒരുപാട് കമൻറ്റുകളാണ്. അപ്പം അതിലൊക്കെ പ്രാധാന്യം അർഹിക്കുന്നതായിട്ടുള്ള ചില കമൻറ്റുകൾ കുറേ പ്രാവശ്യം ആവർത്തി ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാം. എങ്കിലും ഇതുപോലുള്ള കമൻറ്റുകൾ വീണ്ടും നല്ല കമൻറ്റുകൾ നിങ്ങൾ വീണ്ടും വ്യക്തമായിട്ട് എഴുതി വേണം കമൻ്റ് അയക്കുവാൻ. അപ്പൊ ഇഷ്ടവരനെ ലഭിക്കുവാനെന്നാണ് ഈ കുട്ടി അല്ലെങ്കിൽ ഈ യുവതി എൻ്റെ അടുക്കൽ ചോദിച്ചിരിക്കുന്നത്. അതിന് മന്ത്രം, ഒരുപാട് കാര്യങ്ങൾക്ക് എല്ലാവരും ചോദിക്കുന്നത് മന്ത്രമുണ്ടോ എന്നാണ്. ഈ മന്ത്രം ഞാനിതെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ ഉരുക്കടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാര്യം അത് ഉപാസനാശക്തി ബലമുള്ള ഒരാളിനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നതായിരിക്കും ഉത്തമം. അല്ലാണ്ട് കുറച്ച് മന്ത്രങ്ങളുണ്ട്, അല്ലെ ഞാൻ മന്ത്രങ്ങൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു സംശയ നിവാരണി എന്ന് മാത്രം കണ്ടാൽ മതി. അങ്ങനെയുള്ള മന്ത്രങ്ങളുണ്ട്. അത് സ്വായത്തമാക്കി എടുക്കണമെങ്കിൽ അതാത് ആൾക്കാർ വിചാരിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ, അല്ലേ? ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യാൻ അറിയാവുന്നവനെ ആ ജോലി ചെയ്യാൻ അറിയുള്ളൂ. ഒരു TV റിപ്പയർ ചെയ്യാൻ, അല്ലെ ഒരു എന്താണേലും എന്ത് സാമഗ്രികളാണെങ്കിലും റിപ്പയർ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് പഠിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഐഡിയ തരാം അന്ന് മാത്രമെന്നല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. ഇതൊക്കെ ജപിച്ചിട്ട് പറയുകയാണ് അങ്ങനാണ് ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അത് അതിൻ്റെതായിട്ടുള്ള വേയിൽ, അതിൻ്റെതായിട്ടുള്ള വഴിയിൽ ജപിച്ച് സ്വായത്തമാക്കിയെങ്കിൽ മാത്രമേ ഫലം ഉണ്ടാവും. പിന്നെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാവും ഒരു സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഫലങ്ങളൊക്കെ തരും ഈശ്വരനെ നന്മയോടുകൂടി ജപിച്ചാൽ, അല്ലേ? ദ്രോണാചാര്യര് പഠിപ്പിക്കുന്നത് മറഞ്ഞു നിന്ന് കണ്ട ആളാണ് ഏകലവ്യൻ. ഗുരു എന്ന് മാനസികമായിട്ട് സങ്കല്പിച്ച് കാര്യങ്ങൾ നടത്തിയ ആളാണ് ഏകലവ്യൻ. അപ്പൊ മനസ്സിലൊരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മളെ ഒരു ശിഷ്യനെ ഒപ്പിയെടുക്കണം. ആത്മജ്ഞാനിയായിരിക്കണം. അവന്റെ ആത്മാവിനെ ഗുരുവിന്റെ ആത്മാവ് കൊണ്ട് കാണണം. അങ്ങനെയുള്ള ആളാണ് ഉത്തമ ശിഷ്യൻ. ഒരാളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഉത്തമ ശിഷ്യനെ അറിയാൻ പറ്റും. അവന്റെ വ്യഗ്രത കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ നമുക്ക് അറിയാം, പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു വന്ന ഇഷ്ടവരനെ കിട്ടുവാനുള്ള മന്ത്രമാണ് അത് ബാണേശി മന്ത്രം. ബാണേശി മന്ത്രങ്ങൾ, ഒരുപാട് മന്ത്രങ്ങളുണ്ട്. ഇതിനെല്ലാം അസ്ത്രം ജസ്ലി പശു ഹുംബുൽ സ്വാഹ എന്നുള്ളതാണ് അസ്ത്രമന്ത്രം എന്നാണ് പറയുന്നത്. അത് ഏത് ദേവൻ, ഏത് ദേവി, അല്ലെ ഏത് ദേവതയ്ക്ക് അതിന്റെ ധ്യാനം, ഋഷി ഛന്ദസ ദേവതയൊക്കെ അറിഞ്ഞ് നമ്മൾ ജപിച്ചെങ്കിൽ മാത്രമേ അതിനൊരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ വെറുതെ നമ്മളൊരു മന്ത്രം മാത്രം ഉരുക്കടിച്ചു കഴിഞ്ഞാലും പ്രയോജനം ഉണ്ടാകത്തില്ല. ജപങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജപിച്ചു കഴിഞ്ഞാൽ അതാത് ഫലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ കൂടുതലാണ്. എങ്കിൽ തന്നെ ബാണേശി മന്ത്രം നമ്മൾ അറിയാവുന്ന ആളിന്, ബാണേശിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അശോക പുഷ്പം തേനിൽ അല്ലെങ്കിൽ തൈരിൽ കുഴച്ച് 10,008 രൂപ ജപിച്ച് ഹോമം നടത്തിയാൽ, പൂജിച്ച് കണ്ടു കഴിഞ്ഞാൽ
ഇഷ്ട വരനെ കന്യകയ്ക്ക് കിട്ടുവാനുള്ള, അല്ലെ ഒരു യുവതിക്ക് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. ആ ആൾ ഇഷ്ടപ്പെടുന്നേ കാമദേവനേക്കാളും തോൽപ്പിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യ സംയുക്തമായിട്ടുള്ള ആകർഷണ ശക്തിയുള്ള വശ്യതയുള്ള പുരുഷനെ യുവതികൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീയമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.